Hi guys, my name is Neetu Francis from English പഠിക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയണ ഓരോ റൂൾസും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ട്രെമൻഡസ്ലി ഇമ്പ്രൂവ് ആകും. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ വീഡിയോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. താഴെ ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. ഞാനിവിടെ ഇൻഡിവിജ്വൽ ക്ലാസ് ആണ് കൊടുക്കുന്നത്, ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനും. എല്ലാവർക്കും ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, പക്ഷെ സംസാരിക്കാനാണ് അറിയില്ലാത്തത്. സോ അതാണ് നമ്മൾ മെയിനായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. സോ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലേണിംഗ് ഇത്ര എൻജോയബിൾ ആണോ എന്ന്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനും പറ്റും. സോ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ലേണിങ്ങിൻ്റെ സീക്രറ്റ്സ് റിവീൽ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ മെയിൻ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ഞാൻ എന്താ റിവീൽ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രേസ് ആയിട്ട് പഠിക്കുക, ഇൻഡിവിജ്വൽ വേർഡ്സ് ആയിട്ട് പഠിക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒബ്വിയസ്ലി എന്ന് പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി ആ വേർഡ് കാണുമ്പോൾ നിങ്ങൾ ആ സ്റ്റോറി ബുക്കിൽ നിന്ന് ഒബ്വിയസ്ലി ആ ഫുൾ സെൻറ്റൻസ് ആയിട്ട് പഠിക്കുക, വേർഡ് മാത്രമായിട്ട് പഠിക്കാണ്ട്. അല്ലാതെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കില്ല ഇത്. ഇപ്പോൾ ഫ്രേസ് എന്ന് വെച്ചാൽ എന്താ? ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ മോർ ദാൻ വൺ വേർഡാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്ന റൂള് വെരി സിമ്പിൾ റൂളാണ്, ഒരു ചെറിയ കാര്യമാണത്, പക്ഷെ അത് വളരെ പവർഫുള്ളാണ്. നിങ്ങളതൊരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണു, ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ നിങ്ങൾ ഈ ടെക്നിക്ക് ഫോളോ ചെയ്യുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ ഗ്രാമറൊക്കെ നിങ്ങളുടെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രേസസ് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവും. നമ്മൾ എവിടെയാണ് ഈ ഗ്രാമറിൻ്റെ വേർബ് വരിക, ഹീ വരുമ്പോൾ ഷീ, ഐ വരുമ്പം ഒക്കെ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും. ഇങ്ങനെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് ഫോളോ ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? വൊക്കാബുലറി പഠിക്കണത് ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും PDF ആയിട്ട് അയച്ചു തരും, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോറി ബുക്ക് വായിക്കുമ്പം ഓരോ വേർഡ്സും നമ്മളൊരു ബുക്കിൽ എഴുതിയിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി അത് നമ്മൾ എവിടെയെങ്കിലും ലൈഫിൽ യൂസ് ചെയ്യാൻ നോക്കും. അങ്ങനെ നമ്മളൊരു വൊക്കാബുലറി ബുക്ക് വെച്ച് കുറേ വേർഡ്സ് നമ്മൾ അതിൽ എഴുതിയിടും, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പണ്ട് പഠിച്ചിരുന്നത്. പക്ഷെ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്കത് അങ്ങനെ പഠിക്കുമ്പോൾ? അതേപോലെ ആർക്കും ഇങ്ങനെ ലിസ്റ്റ് ഓഫ് വൊക്കാബുലറി വേർഡ്സ് ഒന്നും പഠിക്കാൻ ഇഷ്ടമല്ല. എനിക്കറിയാം, എൻ്റെ സ്റ്റുഡൻസിനോട് തന്നെ അവരെന്നോട് പറയാറുണ്ട്, എനിക്ക് മാം ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, അവർ കുറേ വൊക്കാബുലറി അയച്ചു തന്നു, ഇതൊന്നും നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. കുറേ വൊക്കാബുലറി കാണും, അതിൻ്റെ മീനിങ് മനസ്സിലാക്കും, പക്ഷേ ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്രേസസ് ആയിട്ട് പഠിക്കുക. ഒരു സ്റ്റോറി ബുക്ക് വായിക്കുമ്പോൾ ആ ഒരു വൊക്കാബുലറി മാത്രമല്ല, ആ ഒരു ഫുൾ സെൻറ്റൻസ് എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മളത് ലൈഫിൽ നമുക്ക് ആ സെൻറ്റൻസ് ഫോർമേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഗ്രാമറും എളുപ്പത്തിൽ പഠിക്കും. ഇപ്പം ഐ ലൈക്ക് ഐസ്ക്രീം എന്ന് പഠിക്കും, സാറ ഹേറ്റ്സ് ഐസ്ക്രീം എന്ന് പഠിക്കും, വി ലൈക്ക് ടു പ്ലേ എന്ന് പഠിക്കും. അപ്പം നമ്മളത് എവിടെയൊക്കെയാണ്, ഇപ്പം നമ്മളൊരു പ്ലൂരൽ വരുമ്പം എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈക്ക് ഇട്ടാൽ മതി. ഇങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും. സോ നേറ്റീവ് സ്പീക്കേഴ്സ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് അവരുടെ ഇമ്പ്രൂവ് ചെയ്യുക. അവർ കേട്ടിട്ടാണ് ഇംഗ്ലീഷ് ഫ്രേസസ് കേൾക്കും. പിന്നെ ഗ്രാമറൊന്നും അവർ ടെക്സ്റ്റ് ബുക്കോ ഇങ്ങനെ എഴുതി നമ്മുടെ മാതിരി എഴുതിയൊന്നും പഠിക്കത്തില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര പവർഫുള്ളാണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഈ പ്രാക്ടീസ് കുറച്ച് ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും, എന്നാൽ മാത്രമേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓരോ ഇൻഡിവിജ്വൽ വേർഡ്സ് ആയിട്ട് പഠിക്കരുത്. ദാറ്റ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു. സോ നിങ്ങൾ ബുക്ക് വായിക്കുമ്പോഴോ, നിങ്ങളൊരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുമ്പോഴോ ആ ഫുൾ ഫ്രേസ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസ്. ഇതൊരു എത്ര പവർഫുൾ ടെക്നിക്കാണെന്ന് അറിയാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. നൗ ഹിയർ ഇസ് ദ ഈസി വേ ടു ഡു ഇറ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക, ഒരു ഫ്രേസസിനായിട്ട് തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട് എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോഴോ, നിങ്ങൾ എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കുമ്പോൾ, സ്റ്റോറി ബുക്ക് വായിക്കുമ്പോഴോ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴോ നിങ്ങൾക്ക് ഫ്രേസസ് കിട്ടുകയാണെങ്കിൽ ആ വൊക്കാബുലറി മാത്രം എഴുതിയെടുക്കരുത്, ആ ഫുൾ ഫ്രേസസ് എഴുതിയെടുക്കണം.
മനസ്സിലായോ? ആ ഫുൾ ഫ്രേസ് എഴുതിയെടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ത്രിൽഡ് ടു ഗോ ടു മൂന്നാർ. അപ്പം നിങ്ങൾ ആ ത്രിൽഡ് എന്നുള്ള വൊക്കാബുലറി മാത്രം പഠിക്കാണ്ട് ആ ഫുൾ സെൻറ്റൻസ് എഴുതുക ബുക്കിൽ. ഐ എം ത്രിൽഡ് ടു ഗോ ടു മൂന്നാർ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് വൊക്കാബുലറി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും, കറക്റ്റായിട്ട് മനസ്സിലാവും. വേർ ടു യൂസ് വൊക്കാബുലറി കറക്റ്റ്ലി ആൻഡ് നാച്ചുറലി. സംടൈംസ് വി യൂസ് certain words for certain situations. നമ്മൾ ഇതേമാതിരി തന്നെ വേറെ വേർഡ്സും ഉണ്ടാവും ഇതേ സെയിം മീനിങ് ആയിട്ടുള്ള. അപ്പോൾ എന്താണ് നമ്മളത് ഇവിടെ യൂസ് ചെയ്യാത്തത്? ഹൗ ഡു വി നോ ദാറ്റ്? നമ്മളിത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ലല്ലോ. ദ ഓൺലി വേ ഓഫ് നോയിങ് ഇറ്റ് ഇസ് ബൈ സ്റ്റഡിങ് ഫ്രേസസ്. നമ്മൾ ഫ്രേസസ് നന്നായിട്ട് പഠിച്ചാലാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ വൊക്കാബുലറിയാണ് ഈ ഒരു സെൻറ്റൻസിന്, ഈ ഒരു കോണ്ടെക്സ്റ്റിന് ശരിയാവുള്ളൂ എന്ന്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എവ്രി വൺ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.